ഇജ്ജ് അറിഞ്ഞാ ആരിഫ് ഹുസൈൻ ലണ്ടനിക്ക് പോയിക്കണു, ഇജ്ജ് അറിഞ്ഞാ? ആരിഫ് ഹുസൈൻ അല്ലേ, ആർഫിക് ഹുസൈൻ. എന്നാ അങ്ങനെയാണ്. അങ്ങനെ അഞ്ച് നോക്കേ. അതെന്താ മൂപ്പരല്ല ആദ്യം ഇസ്രായേൽ പോയിനെ? ഇസ്രായേൽ പോയിന്, അവിടുന്ന് കുറച്ച് തള്ളക്ക് വിളി കേട്ടേക്കണു, അത് വേറെ. അവിടെ ജിഹാദ് ആയിരുന്നല്ല മൂപ്പരെ. സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ പറ്റും ഖുർആനിലുണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞാണ് മൂപ്പര് ഇപ്പൊ വന്നിട്ടുള്ളത്. അങ്ങനെ ഉണ്ട് പറഞ്ഞതാ, ഞാനല്ല മൂപ്പര് പറഞ്ഞതാ. ഞാൻ കേട്ടിട്ട് കേട്ടോക്ക. ഞാൻ നോക്കുന്നാല് I want you to hear this verse. No. I want you to hear this verse. I want you to hear this verse. No. I want you to hear this verse. I want you to hear this verse. So I want you. Just one verse. Just one verse. The Quran. The Quran. Why is he running? Why is he running? Ladies and gentlemen. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ലണ്ടനിൽ പോയിട്ട് അവിടുത്തെ ആളുകളുടെ കൂക്കുവിളി കേൾക്കാൻ ചില്ലറ തൊലിക്കെട്ടി ഒന്നും പോരാ. ആരാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഹാർപ്പിക് ഹുസൈനാണ്. ഞാൻ കാഫിറാണ്, ഞാൻ സയണിസ്റ്റാണ് എന്നൊക്കെ വലിയ ഊക്കിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഈ കോയാക്കോളിക്ക് എന്നൊക്കെ പറയുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടല്ലോ. ചില സാധുക്കളൊക്കെ അതിനകത്ത് വിളിക്കുമ്പോൾ മൈക്കും നിയന്ത്രണമൊക്കെ ഇവൻ്റെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അവരെ പറയാൻ അനുവദിക്കാതെയൊക്കെ വലിയ ആൾ കളിച്ചിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇസ്രയേലിൽ പോയി. ഇസ്രയേലിൽ ചെന്നിറങ്ങിയപ്പോൾ ഇവൻ്റെ പോസ്റ്റിൽ, ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കമൻറ്റുകൾ മുഴുവനും ഇസ്രയേലികളുടെ തെറിവിളികളായിരുന്നു. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പച്ചത്തെറിയാണ് ഇവനെ വിളിച്ചത്. അങ്ങനെ ഇസ്രയേലിൽ നിന്ന് ഇപ്പോൾ ലണ്ടനിലേക്ക് പോയി. ലണ്ടനിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് ആളുകൾ കൂടിയിട്ട് അവിടെ കുറേ ക്യാമറകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുമ്പിൽ ഈ സാധു പെട്ടുപോയി. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇവനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിൻ്റെ തെളിവ് ചോദിച്ചിട്ട് അത് ഹാജരാക്കാൻ പറ്റാതിരുന്നപ്പോൾ ആളുകൾ കൂക്കി ആട്ടി ഓടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിനേക്കാൾ ഗതികെട്ടവൻ ആരുണ്ട്? സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ചിരിച്ചുപോയി. എന്താണെന്നറിയോ, അവിടെ തൊണ്ടവേദനയാണത്രേ. അതിനിടയ്ക്ക് പറയുന്നുണ്ട് മൈക്ക് കട്ട് ചെയ്, ഒന്ന് കണ്ടു നോക്ക്. കട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ മൂപ്പർ എങ്ങനെയോ തടി തപ്പാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സകല ഉടായ്പ ഇറക്കാൻ. എന്നിട്ട് അദ്ദേഹം വീണ്ടും വിടുന്നില്ല. വീണ്ടും അദ്ദേഹം ചോദ്യം ചോദിക്കാം. കണ്ടോ, പ്ലീസ് തൊണ്ടവയ്യ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു ഗതികേടാണെന്ന്. എന്താ സംഭവം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിലുണ്ട് എന്ന പച്ച നുണ. നാടൊട്ടുക്ക് ഈ നുണ പറഞ്ഞിങ്ങനെ നടക്കാൻ. എന്തെല്ലാം നുണയാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. അതവൻ്റെ അരിപ്രശ്നമാണ്. എന്തായാലും ലണ്ടനിൽ ചെന്നപ്പോൾ ചില ആളുകൾ പിടികൂടി ചോദ്യം ചോദിച്ച രംഗമൊന്ന് കണ്ടു നോക്ക്. So he claimed the Quran says you can marry your child, right? I want him to now, if you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also, like the BJP propagandists and all the Zionists come. ആരിഫ് അപ്പോഴത്തേക്ക് തെളിവ് തപ്പാണ്. ഫോണിലേക്ക് ഇങ്ങനെ നോക്കിക്കേ. അപ്പോൾ ആരിഫിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇയാൾ BJPയുടെ പ്രൊപ്പഗണ്ടകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളാണ്, സയണിസ്റ്റാണ്. അതുപോലെ ഞാൻ കാഫിറാണ്, സ്വയം പ്രഖ്യാപിത കാഫിറായിട്ട് അത് അഭിമാനത്തോടു കൂടി പറയുന്ന ആളാണെന്നൊക്കെ ആ സംസാരത്തിലുടനീളം ഇദ്ദേഹം പറയുന്നുണ്ട്. ആ സമയമൊക്കെ സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിലുണ്ട് എന്ന് ഇത്രയും നാൾ പറഞ്ഞു നടന്നിരുന്ന ആരിഫ് തെളിവ് തപ്പാണ്. തെളിവ് തപ്പൽ തീരുന്നില്ല. നിങ്ങൾ കണ്ടു നോക്ക്. Because they can do nothing but lie. And today is his exposure day. All the Muslims of India, spread this. This is janaza for this guy who claims things online. ഇന്ന് ആരിഫിന്റെ ജനാസയാണെന്നാണ് പറയുന്നത്. അത്രയേ ആളുകളുടെ മുമ്പിൽ അവിടെ വെള്ളക്കാരുണ്ട്, അതുപോലെ മറ്റു പല രാജ്യക്കാരുണ്ട്. അവരൊക്കെ ഇതിനിങ്ങനെ തടിച്ചുകൂടി നിൽക്കുമ്പോൾ അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയാൻ ഇന്ന് ഇവൻ്റെ ജനാസ എടുക്കും എന്ന് പറഞ്ഞാൽ കൊല്ലൂന്നൊന്നും അല്ല കേട്ടോ. ഇനി വേണമെങ്കിൽ ആ അർത്ഥത്തിൽ ആരിഫ് അതിനെ വ്യാഖ്യാനിക്കും. അങ്ങനെയാണല്ലോ ഇപ്പം മീഡിയ വണ്ണിൽ എന്തോ ഒരു വാർത്ത വന്നു എന്നതിൻ്റെ പേരിൽ എൻ്റെ ജീവൻ അപഹരിക്കാൻ, അപായപ്പെടുത്താൻ വേണ്ടി മീഡിയ വണ്ണിത പ്രചോദിപ്പിക്കുന്നു, പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതിയൊക്കെ ആയിട്ട് പോയ ഒരു പൊട്ടനാണ്. എന്തായാലും ഈ മണ്ടൻ ലണ്ടനിൽ ചെന്നിട്ട് ഇരന്ന് വാങ്ങുകയാണ്. എന്നിട്ട് മൂപ്പര് തെളിവ് തപ്പുന്നുണ്ട്. നോക്കിക്കോ, തെളിവെടുക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. തപ്പിക്കൊണ്ടിരിക്കുക ആള്. ഇത്രയും നാള് ഖുർആനിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഞാൻ ഖുർആനൊക്കെ മനഃപ്പാഠം പഠിച്ച ആളാണ്, ഖുർആനിലെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ വലിയ വായിൽ ഇവിടെ ഇരുന്ന് സംസാരിച്ച ആളാണ്. ഇപ്പം തപ്പുകയാണ്. നോക്ക്, തപ്പൽ തീരുന്നില്ല. ഇതിൽ രസം എന്താണെന്ന് അറിയാം, ആദ്യം ഒരു ചങ്ങാതി കോയാക്കോളിങ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അയാളെ ഒന്നും കാണുന്നില്ല. അയാളൊക്കെ പതുക്കെ ബാക്കിലേക്ക് പോയി.
ഒരാൾ മൈക്കൊക്കെ പിടിച്ച് നിന്നിരുന്നു, അയാൾക്ക് മൈക്ക് ആരിഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവരൊക്കെ പതുക്കെ പുറകോട്ട് പോയി. ആരിഫ് പാവം പെട്ടുപോയി. ഒറ്റയ്ക്ക് പാവം എന്ത് ചെയ്യാൻ പറ്റും? തപ്പിയിട്ട് കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷെ ആരിഫ് ഇങ്ങനെ തപ്പുകയാണ്, തപ്പി അവസാനം എവിടെ എത്തിയെന്നറിയോ? അതാണ് രസം. ആരിഫിൻ്റെ ഇൻ്റർനെറ്റിന് പ്രശ്നമുണ്ട് അത്ര, നെറ്റ് കിട്ടുന്നില്ല. Wait. Even AI is not helping you. Even AI is not helping you. What's your name? എനിക്ക് നെറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി പറ ആളുകളൊക്കെ ഫോൺ കൊടുക്കുക. എന്താ നെറ്റ് ഉണ്ട്, എടുത്തോളൂ, എങ്ങനെയാണെങ്കിൽ ഈ തെളിവൊന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഫോണൊക്കെ നീട്ടുന്ന കാഴ്ച കണ്ടു നോക്ക്. My phone. Internet. ഞാൻ എല്ലാ തെളിവും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാന്ന്. അതാകുമ്പോൾ എളുപ്പമാണല്ലോ, റേഡിയോ പോലെയാണല്ലോ, ഇങ്ങോട്ട് പറയുന്നത് ഉണ്ടാവുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പറ്റൂലല്ലോ. എന്തായാലും നേർക്ക് നേരെ പെട്ട് കഴിഞ്ഞപ്പോൾ പവനായി ശവമായി. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ തെളിവും വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്ത് പറയാനാണ് ഈ മണ്ടൻ്റെ കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇവിടെ നിന്ന് ഇസ്രയേലിൽ പോയി അവിടെയുള്ള ആളുകളുടെ മുഴുവൻ ചീത്ത കെട്ട്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ലണ്ടനിലേക്ക് പോയതാണ്. അവിടെ ചെന്നപ്പോഴോ ആളുകൾ ആട്ടി ഓടിച്ചു, നാണം കെടുത്തി, എരപ്പാക്കി. No, we have internet. Here, my phone. My phone. എല്ലാവരും ഫോൺ കൊടുക്കുക. ഇന്റർനെറ്റ് ഇല്ലാന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയതാ. ജെമിനിയോടോ അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോടൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതിനകത്തും കിട്ടുന്നില്ല. അവസാനം പിന്നെ എന്താ രക്ഷ? നെറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അതാ ഓരോരുത്തർ ഫോൺ നീട്ടി കൊടുക്കാൻ, എൻ്റെ ഫോൺ ഇതാ. ലാസ്റ്റ് ഈ സാധു അവിടെ നോടി, ആളുകൾ കൂക്ക് വിളിച്ചു. എന്തൊരവസ്ഥയാണ്! ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റും പിടിച്ച് വേറെ ഏതോ രാജ്യത്ത് പോയിട്ട് അവരുടെ ആട്ടും തുപ്പും കേൾക്കുക. ഈ മണ്ടൻ ലണ്ടനിൽ പോയ കഥയെന്ന് പിൽക്കാലത്ത് നമുക്ക് പറഞ്ഞു ചിരിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തര സാധനമല്ലേ? വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അദ്ദേഹം തന്നെ ആരിഫ് ഓടിയതിന് ശേഷം അവിടെ ഇരുന്ന് ഖുർആനിലെ ആയത്ത് തെളിവായി കൊടുത്തുകൊണ്ട് ആ സമൂഹത്തോട് പറയുന്നുണ്ട്. സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിലുണ്ട് എന്ന ഒരാശയം പറഞ്ഞപ്പോൾ അവിടെ അദ്ദേഹം ഖുർആനിലെ നമ്പർ അടക്കം തെളിവ് സഹിതം ആളുകളോട് സംസാരിക്കുകയാണ്. He is openly publicly saying, I'm a Zionist, I'm a proud BJP, I'm a proud ex-Muslim, I'm a proud kafir. He's wearing a hat and claiming that Islam somehow, or the Quran specifically, he said, allows or stipulates marrying one's daughter. അദ്ദേഹം പറഞ്ഞത് ഞാൻ സയനിസ്റ്റാണ്, ഞാൻ BJP ആണ്, ഞാൻ കാഫിറാണ് എന്നൊക്കെ അതിലൊക്കെ അഭിമാനിക്കുന്ന ഒരുത്തൻ. അവൻ പറയുന്നത് ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല, ഖുർആനിൽ അതിന് നേരെ വിരുദ്ധമായതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആയത്ത് പറയാൻ. Quran says in Surah An-Nisa chapter 4 verse 23. അതെ, സൂറത്തു നിസായിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് തെളിവ് കൂടി പറയാൻ. ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖവാത്തുക്കും വ അമ്മാത്തുക്കും വ ഖാലാത്തുക്കും വ ബനാത്തുൽ അഖി വ ബനാത്തുൽ ഉഖ്തി എന്നിങ്ങനെ പറഞ്ഞിട്ട് വിവാഹം കഴിക്കൽ ഹറാമായ ആളുകൾ. അതിൽ നോക്കൂ, നിങ്ങളുടെ ഉമ്മമാർ, വ ബനാത്തുക്കും നിങ്ങളുടെ പെൺമക്കൾ, ഇവരെയൊക്കെ വിവാഹം കഴിക്കൽ ഹറാമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഖുർആനിൻ്റെ പേരിലാണ് ഈ ചെങ്ങാതി ഈ പച്ച നുണ. എന്തൊക്കെ ബഹളമായിരുന്നു. അങ്ങനെ പവനായി ശവമായി.